നമസ്കാരം. സതൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സതൻ മെനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് മൂത്ത ഉരുളക്കിഴങ്ങാണ്. അതിന് സ്റ്റാർച്ച് കുറച്ച് കുറവായിരിക്കും, അതുപോലെ തന്നെ അതിൽ വാട്ടർ കണ്ടൻറ്റ് കുറവായിരിക്കും. അപ്പോൾ ഇതുപോലെ കുറച്ച് നീളത്തിലുള്ള പൊട്ടാറ്റോ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല നീളത്തിലുള്ള ഫ്രഞ്ച് ഫ്രൈസ് തന്നെ കിട്ടും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയിട്ട് ഇതൊന്ന് സ്കിന്ന് പീൽ ചെയ്യണം. പീൽ ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. ഈ സമയത്ത് നിങ്ങൾ പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. അപ്പോൾ ഞാനിതാ ഉരുളക്കിഴങ്ങ് കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്ക്വയർ ഷേപ്പ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് സ്ലൈസ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരേ നീളത്തിലുള്ള ഫ്രഞ്ച് ഫ്രൈസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും കട്ട് ചെയ്യുന്നില്ല. ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം ഇനി. അപ്പോൾ അതാ ഞാൻ പൊട്ടറ്റോസ് ഇതുപോലെ നീളത്തിൽ ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്യരുത്, മിനിമം ഒരു തിക്നെസ് ഇതിന് വേണം. ഇനി ഇത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ പൊട്ടറ്റോസ് എല്ലാം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പെർഫെക്റ്റ് ഷേപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ എഡ്ജസൊക്കെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യുക. നമ്മളുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിൽ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ മാത്രം വേവിച്ചാൽ മതി. അതും നല്ല ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് വേവിക്കുക. അടച്ച് വെച്ചൊന്ന് വേവിക്കുക. നമ്മൾ വേവിച്ച പൊട്ടറ്റോസ് ഞാൻ ഫിൽറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കിച്ചൺ ടവലിലേക്ക് മാറ്റുക. ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ വേവിച്ച പൊട്ടറ്റോസ് ഇതുപോലെ കിച്ചൺ ടവലിൽ സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്യണം. അപ്പോൾ ഇതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവാൻ പാടില്ല. വളരെ സോഗിയായി പോവും അതിൻ്റെ ടെക്സ്ചർ. ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കുക. അപ്പോൾ നമ്മൾ ഡ്രൈ ആക്കിയതിന് ശേഷം ഈ കഷ്ണങ്ങൾ നമ്മൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഏകദേശം ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ ഒന്ന് ഫ്രീസ് ചെയ്യുക. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നല്ല ഹൈ ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കുക. ഇതിലേക്ക് നമ്മൾ ഈ പൊട്ടറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരേ സമയത്ത് ഒരുപാട് പൊട്ടറ്റോസ് ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് ഒന്ന് വറുത്ത് കോരുക. അപ്പോൾ എണ്ണ നല്ലോണം ചൂടാവണം. ഹൈ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ ഏകദേശം ഒരു 3 മിനിറ്റ് മുതൽ 4 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമ്മൾ 2ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും ആ ഒരു കറക്റ്റായിട്ടുള്ള ക്രിസ്പിനെസ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ ഫ്രൈ ചെയ്തിരിക്കുന്ന പൊട്ടറ്റോസ് വേറെ പാത്രത്തിലേക്ക് മാറ്റുക. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത പൊട്ടറ്റോസ് ഒരു 20 മിനിറ്റ് തണുക്കാൻ വയ്ക്കാം. അതിനുശേഷം ഇതുപോലെ എണ്ണ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് നമ്മൾ ഈ പൊട്ടറ്റോസ് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ രണ്ടാമത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ പൊട്ടറ്റോസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യുക. അപ്പോഴായിരിക്കും ആ കറക്റ്റായിട്ടുള്ള ക്രിസ്പിനെസ്സൊക്കെ കിട്ടുന്നത്. ഉള്ളിൽ സോഫ്റ്റ് ആയിരിക്കും അതിൻ്റെ ടെക്സ്ചർ, പുറത്ത് ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ലൈറ്റായിട്ടൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. നമുക്കിതിനി എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള പൊട്ടറ്റോസ് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ഹാപ്പി കുക്കിംഗ്.